ഹായ് അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ ബ്രേക്ക്ഫാസ്റ്റിനും ഇഫ്താറിനൊക്കെ വിളമ്പാൻ പറ്റിയ നല്ല ഒരു ബീഫ് കൊണ്ടുള്ള റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഒരു ബീഫ് കേക്കാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ബ്രെഡും ബീഫും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ നമുക്ക് ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ബീഫ് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകും ഇട്ട് കുക്കറിലിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. ഇതാ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. നമുക്കിനി ഒരു 8 സ്ലൈസ് ബ്രെഡാണ് ആവശ്യം. അത് സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുത്തു. ഇനി ഇതിലേക്കൊരു 3 പച്ചമുളക്, നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്കിനി 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. സവോളയൊന്ന് നന്നായിട്ട് വഴണ്ട് വരണം. ഇവിടെ സവോള ഒന്ന് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇതിലേക്കപ്പോൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി പൊടികളൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇത് നമുക്കൊന്ന് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മസാലയും ബീഫും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റ് നമ്മളിത് ഇതുപോലെ വഴറ്റി എടുക്കണം. നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം ബീഫും ഈ മസാലയും എല്ലാം കൂടെ. മസാലയൊക്കെ ബീഫിൽ നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ സൈഡൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് സ്ലൈസും കൂടെ ഡിപ്പ് ചെയ്ത് മാറ്റി വയ്ക്കണം. ഇനി ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഗീയോ ബട്ടറോ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ എഗ്ഗിൽ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് സ്ലൈസ് ഇട്ട് കൊടുക്കുക. ഇത് നല്ലൊരു ബേസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇത് നോക്കുക, എല്ലാ സൈഡിലും ബ്രെഡ് സ്ലൈസ് നമ്മൾ ഡിപ്പ് ചെയ്ത് ഇതുപോലെ വെക്കണം. കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ബേസ് നമുക്ക് കിട്ടണം. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീഫിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. എല്ലാം ഒരേപോലെ വരുന്ന രീതിയിൽ നന്നായിട്ട് ബീഫിൻ്റെ മിക്സ് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എല്ലായിടത്തും ഒരേ തിക്നെസ് വരാൻ ശ്രദ്ധിക്കണം. നിങ്ങൾക്കിതിൽ ബീഫ് തന്നെ ആഡ് ചെയ്യണമെന്നില്ല കേട്ടോ. ചിക്കൻ ആണെങ്കിലും അല്ലെങ്കിൽ മുട്ട ബോയിൽ ചെയ്ത് നമുക്ക് എടുക്കാം. അതും ഇതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ബീഫിന് പകരം മുട്ട പുഴുങ്ങിയത് കട്ട് ചെയ്ത് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി.
ഇത് ഞാനിവിടെ ബീഫെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിലായിട്ട് ബാക്കി ബ്രെഡും കൂടെ ഇതുപോലെ എഗ്ഗിൽ ഡിപ്പ് ചെയ്ത് വെച്ച് കൊടുക്കുക. ബ്രെഡ് ഇതുപോലെ ഫുള്ള് കവർ ചെയ്ത് വെക്കണം. അടുപ്പിച്ചടുപ്പിച്ച് ഇതുപോലെ കവർ ചെയ്ത് വെക്കാം. ഗ്യാപ്പൊന്നും വരില്ല. അതുപോലെ നമുക്ക് ബ്രെഡ് ഇതിനകത്തെല്ലാം ഇതുപോലെ അടുപ്പിച്ചടുപ്പിച്ച് വെച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി വന്ന മുട്ടയും പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു ഗ്യാപ്പ് പോലും വരാതെ എല്ലായിടത്തും ആകുന്ന രീതിയിൽ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതുപോലെ തയ്യാറാക്കി കൊടുക്കാം. അതുപോലെ സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഈവനിങ് സ്നാക്കായിട്ട് നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാം. അവർക്ക് ഒത്തിരി ഇഷ്ടമാകും. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അലൂമിനിയം ഫോയിൽ ഉപയോഗിച്ച് ഇതൊന്ന് കവർ ചെയ്ത് വെക്കുകയാണ്. ഒട്ടും എയർ പുറത്തോട്ട് പോകാത്ത രീതിയിൽ ഇതുപോലെ കവർ ചെയ്ത് വെച്ച് ഒരു 25 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്തു. ഇത് നോക്ക്, ഞാനിവിടെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്തതാണ് 25 മിനിറ്റ്. ഇത് നോക്കൂ, ഇതിൻ്റെ മുകൾ ഭാഗം ഇനി ഒന്ന് കുക്കായിട്ട് വരാനുണ്ട്. അതുകൊണ്ട് ഒരു പാൻ എടുത്ത് നമുക്കിത് മറിച്ചിടാം. ഇതുപോലെ തിരിച്ചിട്ടാൽ മതി. എന്നിട്ടിതൊരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കരിഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിടാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നിങ്ങൾ എന്താണേലും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഇപ്പോൾ ഇഫ്താറിനൊക്കെ നല്ല ഒരു സ്നാക്കായിട്ട് നമുക്ക് ഈ ഒരു വിഭവം കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളിത് എന്താണേലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ പുതിയ റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.